ജയസൂര്യൻ സാർ നമസ്കാരം. പി സി ജോർജുമായി ബന്ധപ്പെട്ട് ഈ അവസാനം, അതായത് പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പി സി ജോർജിന്റെ രാഷ്ട്രീയ മൈലേജ് വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ള വിലയിരുത്തലാണ് പുറത്തു വരുന്നത്. പി സി ജോർജിനെ അങ്ങ് പൂട്ടിക്കളയാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജയിലിനകത്ത് കിടത്താമെന്നൊക്കെയുള്ള ചിലരുടെ അമിതമായ പ്രതീക്ഷകളും പി സി ജോർജ് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ സൈബർ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള വലിയ ആഹ്ലാദങ്ങളുമൊക്കെ, പക്ഷെ അതിനൊന്നും വലിയ വിലയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വലിയ നേരമുണ്ടായിരുന്നില്ല, ആയുസ് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ക്രിസ്ത്യൻ സമുദായത്തിലടക്കം വലിയ രീതിയിലുള്ള ഒരു പി സി ജോർജിന് അനുകൂലമായ ഒരു ധ്രുവീകരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? എങ്ങനെയാണ് അങ്ങ് ഇതിനെ നോക്കിക്കാണുന്നത്? പി സി ജോർജിന്റെ അറസ്റ്റ് അദ്ദേഹത്തിന് നേടിക്കൊടുത്ത രാഷ്ട്രീയ മൈലേജ് രാഷ്ട്രീയത്തിനും അപ്പുറത്താണ്. ഏതെങ്കിലും ഒരു കേരള കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയ്ക്കുപരി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ശബ്ദം അദ്ദേഹം ധീരമായി പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായി ഉണ്ടാവുന്ന വികാരം. ഇപ്പോൾ കെ എം മാണിക്കോ പി ജെ ജോസഫിനോ ഒക്കെ നേടാൻ കഴിഞ്ഞ രാഷ്ട്രീയ അംഗീകാരത്തെക്കാൾ ഉപരി ഈ ഒരൊറ്റ നിലപാട് കൊണ്ട് പി സി ജോർജ് അംഗീകാരം നേടിക്കഴിഞ്ഞു. അതായത് കേരളത്തിന്റെ പൊതുസമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം പുറത്തു പറയാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ, നേരിട്ട് പറയാൻ കൊതിച്ചിരുന്ന കാര്യങ്ങൾ നിർഭയമായി പി സി ജോർജ് പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന മൈലേജ്. എന്നാൽ അത് ആർക്കെങ്കിലും വിഷമമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയുകയുണ്ടായി. അതായത് സാമാന്യ മര്യാദയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ആർക്കെങ്കിലും ദുഃഖമുണ്ടാക്കിയെങ്കിൽ, വിഷമമുണ്ടാക്കിയെങ്കിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. പക്ഷെ ആ ഖേദപ്രകടനത്തിന് ശേഷമാണ് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായത്. ഇവിടെ കേരളീയ സമൂഹം വിലയിരുത്തുന്ന ചില താരതമ്യങ്ങൾ ഉണ്ട്. ഈ താരതമ്യങ്ങൾ ഇപ്പോഴാണ് പ്രസക്തമാവുന്നത്. അതായത് PFIയുടെ പ്രകടനത്തിൽ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങിച്ചു വെച്ചോളൂ, നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്നുള്ള PFI മുദ്രാവാക്യം, അതും ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് വിളിപ്പിച്ച രക്ഷകർത്താക്കളും ഒരു വലിയ സമൂഹവും യാതൊരു വിധത്തിലുള്ള നിയമത്തിന്റെയും ആക്രമണങ്ങൾ നേരിടാതെ സ്വതന്ത്രമായി വിഹരിക്കുകയാണ് കേരളത്തിൽ. അവരെ തൊടാൻ കേരളത്തിന്റെ ഭരണകൂടത്തിനോ കേരളത്തിന്റെ പോലീസിനോ സാധിച്ചിട്ടില്ല. എന്നിട്ട് വേണമല്ലോ ആ കേസ് കോടതിയിലെത്തിക്കാൻ. അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന മതപ്രഭാഷകൻ, അങ്ങനെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്, ക്രൈസ്തവർക്കും ഹൈന്ദവർക്കുമെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്നും ഇന്നുമുള്ള അദ്ദേഹത്തിന്റെ അതിനീചവും നിന്ദ്യവുമായിട്ടുള്ള പദപ്രയോഗങ്ങൾ, പ്രസംഗങ്ങൾ, അതില് എത്രയെത്രയോ കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയാൻ എത്ര വേണമെങ്കിലുമുണ്ട്. ഒരു ക്ഷേത്രത്തിന് സംഭാവന കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു വേശ്യാലയത്തിന് സംഭാവന കൊടുക്കുന്നതാണ്, അതാണ് ഇതിനേക്കാൾ മാന്യം എന്നൊക്കെയുള്ള ശൈലിയിൽ അദ്ദേഹം പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു പോലീസും ഉണ്ടായില്ല കേസെടുക്കാൻ. ഇവിടെ ഒരു ഭരണകൂടവും മുജാഹിദ് ബാലുശ്ശേരിയെ തൊടാൻ പോലും തയ്യാറായില്ല. അതുപോലെയാണ് പാലാ ബിഷപ്പിനെതിരെ കൊലവിളി നടത്തിക്കൊണ്ട് ഇസ്ലാമിക ഭീകരന്മാർ പാലാ ബിഷപ്പ് ഹൗസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ കേസെടുത്തത് പാലാ ബിഷപ്പിനെതിരെയാണ്. അല്ലാതെ കൊലവിളി നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് ഭയമായിരുന്നു, ഇവിടുത്തെ പോലീസിനും ഭയമായിരുന്നു. മദനിക്കൊപ്പം വേദി പങ്കിട്ടുന്ന കാര്യത്തിൽ പിണറായി വിജയനും അതുപോലെ തന്നെ UDF നേതാക്കളും പരസ്പരം മത്സരിച്ചത് ഈ കേരളത്തിലാണ്. അതിന്റെയൊക്കെ കൃത്യമായ തെളിവുകൾ, എവിഡൻസുകൾ, വീഡിയോ, ഓഡിയോ, ഫോട്ടോ, ന്യൂസ് എല്ലാം ഉണ്ട്. അവരൊക്കെ ഇന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനോടൊപ്പം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കും തുല്യ സ്വത്തവകാശം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുള്ള VP സുഹറ, ആ VP സുഹറ ഈ പറയുന്ന സ്ത്രീകളുടെ അവകാശം, അല്ലെങ്കിൽ സ്ത്രീക്ക് മാന്യമായി ജീവിക്കാനുള്ള ഒരു ഭരണഘടന നൽകുന്ന മൗലികമായ അവകാശത്തിന് വേണ്ടിയാണ് അവിടെ സമരം ചെയ്തത്. പക്ഷെ നമ്മുടെ ഏറെ പുരോഗമനം, സ്ത്രീപക്ഷപാതം എന്നൊക്കെ പറയുന്ന നമ്മുടെ നാട്ടിലെ ദളിത് ആക്ടിവിസ്റ്റുകൾ, അല്ലെങ്കിൽ പുരോഗമനവാദികൾ, സാംസ്കാരിക നായകർ, കേരളത്തിലെ മീഡിയ പ്രവർത്തകർ, ഇവരൊന്നും തന്നെ സുഹറയെ വലിയ രീതിയിൽ ചർച്ച ചെയ്യാനോ, ഈ ഒരു സുഹറ എന്ന് പറയുന്ന വ്യക്തിക്കപ്പുറത്തേക്ക് അവർ ഉയർത്തിക്കാട്ടുന്ന ഒരു വലിയ ഒരു സന്ദേശമുണ്ട്, അതിനെ നീതികേടുണ്ട്. ആ ഒരു നീതി നിഷേധത്തിനെതിരായുള്ള അവരുടെ സമരത്തെ കൃത്യമായി ചർച്ച ചെയ്യാൻ അവർ തയ്യാറായില്ല എന്നത് ഒരു കാര്യം. രണ്ടാമത്തത്, ഈ അടുത്തൊരു മതപ്രഭാഷകൻ പറയുന്നത് കേട്ടു,
യേശുവിനെ വളരെ വലിയ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ചില വാചകങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുന്നത് കേട്ടു. ഇവിടെയൊന്നും നമ്മൾ ഈ തരത്തിലുള്ള ഒരു കേസോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും കാണുന്നില്ല. അതായത് ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ട് പറ്റിക്കൊണ്ട് ജീവിക്കുന്ന, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എച്ചിൽ പട്ടികളായിട്ട് ജീവിക്കുന്ന ഇവിടുത്തെ LDF UDF നേതാക്കന്മാരും സാംസ്കാരിക ബുദ്ധിജീവികളും ചില മാധ്യമങ്ങളും അവരൊക്കെ ഇവരുടെ ഫണ്ടിങ് കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പോൾ രാജ്യദ്രോഹികളായിട്ടുള്ള, ഭീകരവാദികളായിട്ടുള്ള, അന്താരാഷ്ട്ര തലത്തിൽ പല രാജ്യങ്ങളിലും നിരോധിക്കപ്പെട്ടിട്ടുള്ള അത്തരം സംഘടനകളുടെ ഫണ്ട് വാങ്ങി തിന്നിട്ട് അവരോട് നന്ദി പഠിപ്പിക്കാൻ അവർക്ക് നേരെ വാലാട്ടുന്ന വിഭാഗമായി കേരളത്തിലെ ഇടത് വലത് മുന്നണികളും ഇവിടുത്തെ സാംസ്കാരിക സാഹിത്യ നായകന്മാരും അധപ്പതിച്ചിരിക്കുന്നു. അവരെയൊന്നും വിളിക്കാനുള്ള പേര് ഡിക്ഷണറിയിൽ ഒരിടത്തും കാണാനില്ല. അത്ര നികൃഷ്ടവും നീചവും നിന്ദ്യവുമായിട്ടുള്ള ആ ഒരു നിലവാരത്തിലാണ് ഇന്ന് കേരളീയ സമൂഹം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ മറ്റൊരു സഹോദര മതത്തിനെതിരെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിനെതിരെ എന്തും പറയാം, ആർക്കും എന്തും പറയാം. പക്ഷേ മുസ്ലിമിനെ പറഞ്ഞാൽ, ഉള്ള കാര്യം നേരെ നോക്കി തുറന്നു പറഞ്ഞാൽ അപ്പോൾ കേസായി, അറസ്റ്റായി, കോടതിയായി, ജയിലായി, എല്ലാ സംവിധാനവും ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? കേരളം ഒരു ഇസ്ലാമിക രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ശരീഅത്ത് നിയമപ്രകാരം ഇവിടുത്തെ പോലീസും ഭരണകൂടവും പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് നടപടികൾ എടുക്കാനും ജയിലിലടയ്ക്കാനും ഇവിടുത്തെ കോടതികൾ നിർബന്ധിതമായിരിക്കുന്നു. അല്ലെങ്കിൽ കോടതികൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ നീതി ദേവതയുടെ 2 കണ്ണും മൂടിക്കെട്ടണം, അല്ലെങ്കിൽ 2 കണ്ണും അഴിച്ചുവിടണം. ഇത് ഒരു കണ്ണ് മൂടിക്കെട്ടി ഒരു കണ്ണ് അഴിച്ചു വെച്ചിരിക്കുകയാണ്. അതായത് നീതി ദേവത ചില കാര്യങ്ങൾ മാത്രം കണ്ടാൽ മതി എന്ന് ആരൊക്കെയോ കൂടി നിശ്ചയിച്ചിരിക്കുന്നു. നീതിദേവ ചില കാര്യങ്ങൾ കാണാൻ പാടില്ല. ഇസ്ലാമിക തീവ്രവാദികളുടെ ഭാഗത്തു നിന്നോ അവരെ പിന്താങ്ങുന്ന LDF UDFന്റെ ഭാഗത്തു നിന്നോ ഇസ്ലാമിക തീവ്രവാദികളുടെ ഫണ്ടിങ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക ബുദ്ധിജീവികളുടെ ഭാഗത്തു നിന്നോ എന്തൊക്കെ നിലപാടുകൾ ഉണ്ടായാലും അതിനെതിരെ നടപടികൾ എടുക്കാൻ പാടില്ല എന്ന് ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നു, പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. നീതി ദേവതയുടെ കണ്ണ് പകുതി മൂടിക്കെട്ടിയിട്ട് ഇങ്ങനെയൊക്കെ നീതി ദേവത കണ്ടാൽ മതിയെന്നും അവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നു. ഇത് കേരളീയ സമൂഹത്തിന് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്, താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ്. അതാണ് ശ്രീമാൻ PC ജോർജ് തുറന്നു പറഞ്ഞത്, ധീരമായിട്ട് പറഞ്ഞത്. അതിന്റെ പേരിൽ അദ്ദേഹം എത്ര കാലം ജയിലിൽ അടയ്ക്കപ്പെടുന്നുവോ അത്രയും വലിയ വൻ ശക്തിയായിട്ട് അദ്ദേഹം തിരിച്ചു വരും. ഒരു സംശയവും വേണ്ട. ഈ പറയുന്ന മുന്നണികളെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് ശ്രീമാൻ PC ജോർജ് പൂഞ്ഞാർ നിയോജക മണ്ഡലമോ ഇനി അതിനപ്പുറത്ത് മറ്റു മണ്ഡലങ്ങളിലോ എവിടെ മത്സരിച്ചാലും ഇരു മുന്നണികളെയും LDFനെയും UDFനെയും അപ്രസക്തമാക്കിക്കൊണ്ട് ഞെട്ടിക്കുന്ന വിജയം നേടും. കാരണം പൊതുസമൂഹത്തിന് സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ, മനസ്സിൽ ഒതുക്കാൻ വയ്യാത്ത കാര്യങ്ങൾ, മറക്കാൻ വയ്യാത്ത കാര്യങ്ങൾ, പൊറുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അദ്ദേഹം തുറന്നടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റെങ്കിൽ ആ തെറ്റ് അംഗീകരിക്കുന്ന സമൂഹം എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവരെ പിന്തുണയ്ക്കുന്ന സമൂഹം കേരളത്തിൽ ഉണ്ട് എന്നുള്ള തെളിവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിന്റെ ഞെട്ടിക്കുന്ന വിജയത്തോടെ കേരളം കാണാൻ പോവുകയാണ്. അത്ര വലിയ രാഷ്ട്രീയ മൈലേജാണ് ഈ ഒരു അറസ്റ്റും ഈ ജയിൽവാസവും അദ്ദേഹത്തിന് നേടിക്കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്ത് തന്നെയായാലും ഈ PC ജോർജ് ഒരു കാര്യം പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് ശരികളുണ്ട്. അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കിനെ മാത്രം എടുക്കാതെ അതിൻ്റെ പുറകിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷേ അദ്ദേഹം ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ ഒരു വാക്ക് ഉപയോഗിച്ച് പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാനം മര്യാദയ്ക്ക് അതിനെ മാപ്പ് പറഞ്ഞു. അത് കൃത്യമായി ആർക്കെങ്കിലും വിഷമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷവും അദ്ദേഹത്തെ വേട്ടയാടുന്നതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് ആർക്ക് ചിന്തിച്ചാലും മനസ്സിലാക്കാവുന്ന കാര്യം തന്നെയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് കരുതേണ്ടത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിൽ ഒരുപാട് നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.